എല്ലാവർക്കും MALLU.homeന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് കോവയ്ക്ക വെച്ചാണ്. അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു വിഭവമാണ്. അപ്പോൾ കോവയ്ക്ക വെച്ചിട്ട് ഉണക്കമീൻ കറി വെക്കുന്ന പോലെ വെക്കാം. അപ്പോൾ പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു അല്ലേ, ചേമ്പല കൊണ്ട് ഒരു ഉണക്കമീൻ പീര വെക്കുന്ന പോലെ. അതേപോലെ തന്നെ ഉണക്കമീൻ്റെ ടേസ്റ്റിൽ നമുക്ക് കോവയ്ക്ക ചാറ് കറി വെക്കാൻ പറ്റും. അപ്പം മീനൊന്നും കൂട്ടാത്തവർക്കും ഉണക്കമീൻ കറി വെച്ച അതേ ടേസ്റ്റിൽ തന്നെ ഈ കറി കഴിക്കാൻ പറ്റും. അപ്പം അത് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ എന്തായാലും അത് ഉണ്ടാക്കി നോക്കണം. പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തില്ലായിരുന്നോ, ചേമ്പിൻ്റെ ഇല വെച്ചിട്ട് ഒരു ഉണക്കമീൻ പീര. അപ്പോൾ അതേപോലെ തന്നെ ഉണക്കമീൻ ചാറ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതേ ടേസ്റ്റിൽ തന്നെ വെജിറ്റബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ നാത്തൂൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു വിഭവമാണ്. അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കി നോക്കി, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ മീനൊന്നും കൂട്ടത്തില്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്നതാണിത്. അപ്പോൾ ഉണക്കമീൻ കറി വെച്ച് അതേ ടേസ്റ്റിൽ തന്നെ കോവയ്ക്ക വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. വാ, നിങ്ങളും പോരെ, വാ. ഇപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള കോവയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോവയ്ക്കൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് കറി വെച്ച് തരുന്ന മമ്മിയാണ്. അപ്പോൾ മമ്മി ആക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കോവയ്ക്ക നമ്മൾ നല്ല കോവയ്ക്ക, ഒരുപാട് പഴുത്ത് പോയതൊന്നും എടുക്കരുത് കേട്ടോ. ഇപ്പോൾ പച്ച കോവയ്ക്ക തന്നെ എടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ നീളത്തിൽ, ഒരുപാട് നീളമുള്ളതാണ് നടുക മുറിച്ച് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വേകാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ കോവയ്ക്കൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടത്തിൽ ഒരു പച്ചമുളക് കീറിയിട്ടു, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി എടുത്തു കേട്ടോ. നമ്മളിപ്പോൾ സവാള എടുക്കുന്നത്, ഒരു പകുതി സവാള, ഒരു ഇടത്തരം സവാളയാണ് എടുത്തത്. അത് കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കോവയ്ക്ക ഉള്ളത് കൊണ്ടാണ് ഇത്ര എടുത്തത്. ഇച്ചിരി ഏറെ കോവയ്ക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തോ. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് എടുക്കുന്നുണ്ട്. അതെ, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു. ഇനി അതിലേക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് കീറിയിടാം. ഞങ്ങൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണിച്ചായിരുന്നു അറിയണേ. ഇനി നമുക്കിത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കുടമ്പുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുടമ്പുളി ഇടുകയാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിന് കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനി അതിലേക്ക് വേണ്ടുന്നത് മുളക് പൊടിയാണ്. അപ്പം കാശ്മീരി മുളക് പൊടി ഇടുന്നവർക്ക് അങ്ങനെ ഇടാം, അല്ല ഇച്ചിരി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മുളക് പൊടി ഇടാം. ഇപ്പം ഞങ്ങൾ രണ്ടും കൂടെ കൂട്ടി മിക്സ് ചെയ്ത മുളക് പൊടിയാണ് ഇട്ടത്. അതും ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇടണം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, കോവയ്ക്ക വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു തവിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ തവിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഈ കോവയ്ക്കയിലേക്ക് വേണ്ടുന്ന അരപ്പിന് വേണ്ടുന്ന തേങ്ങ എടുക്കാം. ഇപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് കറിയിലിടാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്, കോവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട്, ഒരുപാട് തിളച്ച് പോകാൻ നമ്മൾ വെക്കത്തില്ല, എന്നിട്ട് ഓഫ് ചെയ്തെടുക്കും. ഇപ്പം നല്ലപോലെ കോവയ്ക്കൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അരപ്പും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മളിതിലേക്ക് ഒഴിക്കും. പല്ല് പറിക്കാനോ? പിന്നെ ആയുർവേദത്തില്ലേ പല്ല് പറിക്കുന്നത്. അപ്പോൾ
ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് ഒരുപാട് തിളച്ചു പോകാതെ നമ്മൾ ഓഫ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിപ്പം ഒന്ന് ഇളക്കി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമ്മൾ കറി ഓഫ് ചെയ്തു. പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് ഞങ്ങളെ അഭിപ്രായം അറിയിക്കണം. അപ്പം ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.